Meet the editors. ചോദ്യം ഇതാണ്, ഇ പിക്ക് പ്രതിരോധിക്കാനായോ? ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ നമ്മൾ തുടർച്ചയായി ഇന്നലെ മുതൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇ പിയുടെ ഒരു പ്രതികരണം ലഭിക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ കുറച്ചധികം സമയമെടുത്ത് തന്നെയാണ് ഇ പി കാര്യങ്ങൾ വിശദീകരിച്ചത്. അപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 4 മിനിറ്റിൽ താഴെയുള്ള കൂടിക്കാഴ്ച, ഒന്നും തന്നെ രാഷ്ട്രീയമായി സംസാരിക്കാനുള്ള ഇട കൊടുത്തില്ല, ഇത് പാർട്ടി അറിയിക്കേണ്ടതില്ല എന്നീ കാര്യങ്ങളാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയത്. പ്രതിരോധിക്കാനായോ? അരുൺ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉം ഇടതുപക്ഷവും ഏറ്റവും കൂടുതൽ ഭയന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ തരംഗം ഒരടിയൊഴുക്കായി ഉണ്ടാകാമെന്നും അത് വേണമെങ്കിൽ വലിയൊരു തിരിച്ചടിയായി മാറാമെന്നുമാണ്. ആ അർത്ഥത്തിലുള്ളൊരു ഭയാശങ്ക CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായിരുന്നപ്പോൾ അതുതന്നെയായിരുന്നു ഏറ്റവും വലിയ ക്യാപിറ്റലായിട്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസും വലതുപക്ഷവും കേരളത്തിൽ കണ്ടത്. അതുകൊണ്ടാണ് അവർ 20-20 സീറ്റും ഇക്കുറി നേടുമെന്നൊക്കെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പല കാരണങ്ങളാൽ CPM-ന് അഡ്വാൻറ്റേജ് കിട്ടുന്ന ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പത്മജ വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്നത്. അത് CPM-ന് കൊടുത്തൊരു മുൻകൈ ചെറിയ കാര്യമായിരുന്നില്ല. അനിൽ ആൻ്റണി നേരത്തെ തന്നെ അദ്ദേഹം BJP-യിലേക്ക് പോയെങ്കിലും അദ്ദേഹം പത്തനംതിട്ട സീറ്റിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. പിന്നീട് AK ആൻ്റണിയെ പോലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ AK ആൻ്റണിയെ കാലഹരണപ്പെട്ട നേതാവ് എന്ന് പറയുന്നു പത്തനംതിട്ടയിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ അതെല്ലാം നല്ല രീതിയിൽ പ്രചാരണായുധമാക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രവുമല്ലല്ലോ, KPCC അധ്യക്ഷനായ K. സുധാകരനെ തന്നെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന മട്ടിൽ എപ്പോൾ വേണമെങ്കിലും BJP-യിലേക്ക് പോകാവുന്ന ഒരാൾ എന്ന നിലയ്ക്കുള്ള വിമർശനവും CPM-ന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സൂററ്റിൽ ഇന്നിപ്പോൾ നമ്മളിരിക്കുമ്പോൾ ഈ 543 സീറ്റുകളിൽ ഒരു സീറ്റ് BJP-ക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ കാരണക്കാരെന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. ആ അർത്ഥത്തിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ പല കാരണങ്ങളാൽ ഒരു അഡ്വാൻറ്റേജ് CPM-ന് കിട്ടുന്നതിന് സഹായകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. അതെല്ലാം തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇ പി ജയരാജനെ പോലൊരു LDF കൺവീനർ പ്രകാശ് ജാവ്ദേക്കർ എന്ന കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുമായി ഒരു ചർച്ച നടത്തി എന്നുള്ള വിവാദം രൂപപ്പെടുന്നത്. ആ വിവാദത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ വന്നത് ചെറുതല്ലാത്തൊരു പ്രതിസന്ധിയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമാത്രമല്ലല്ലോ വിഷയം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഇപ്പോൾ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കെ മുരളീധരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? അന്തർധാരയുണ്ട് എന്നാണ്. ഈ തൊട്ട് തലേ ദിവസം നമ്മുടെ TN പ്രതാപൻ ഒരു കണക്കുകൂടി അവതരിപ്പിച്ചു. അതായത് ഒരു പോളിംഗ് ബൂത്തിൽ 25 വോട്ട് വെച്ച് ഏതാണ്ട് 38,000 വോട്ടിൻ്റെ ഒരു ധാരണ കേഡർമാരെ കൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യിപ്പിച്ചൊരു 38,000 വോട്ടിൻ്റെ ധാരണ CPM-ഉം BJP-യുമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന പ്രചാരണം TN പ്രതാപൻ തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടാക്കും. കേരളത്തിലുടനീളം ഈ പ്രചാരണം കോൺഗ്രസ് നടത്തുന്നു. അവർക്ക് ഈ പത്മജ പോയതിൻ്റെയും അനിൽ ആൻ്റണി ഉണ്ടാക്കുന്ന പ്രശ്നത്തിൻ്റെയും സുധാകരൻ തന്നെ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളുടെയൊക്കെ ഘട്ടത്തിൽ ഒരു അന്തർധാരയുണ്ട് എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസുകളുടെ അന്വേഷണമൊക്കെ വഴിമുടങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതൊന്നും അവസാനിക്കില്ല, യഥാർത്ഥത്തിലൊരു കൺക്ലൂഷനിലേക്ക് എത്തില്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദല്ലാൽ നന്ദകുമാർ വന്ന് പറയുന്നത് ഇ പി ജയരാജനുമായി ഒരു ഡീൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഡീലിൻ്റെ ഉപാധിയായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കേസെല്ലാം ഒതുക്കി കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പല തരത്തിൽ ഇ പി ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ദിവസം ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് അതിനെ ആ കാര്യങ്ങളെല്ലാം പ്രതിരോധിക്കുന്നതിൽ ജയരാജൻ വിജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. വിജയിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. ഈ വളരെ 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 വീക്കായൊരു പ്രതിരോധമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഈ വളരെ യഥാർത്ഥത്തിൽ പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തമ്മിലൊരു കൊടുക്കൽ വാങ്ങലുണ്ടാകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായിട്ട് അതുകൊണ്ടെന്നേ ജയരാജന്. ഇപ്പോൾ ജയരാജൻ എന്ന് പറയുന്നുണ്ട്, ഞാൻ ഈ തൃക്കാക്കര ഇലക്ഷൻ്റെ സമയത്ത് ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ വെച്ച് 90 വയസ്സിന് മുകളിലുള്ളൊരു വൃദ്ധയായ സ്ത്രീയെ ഷാൾ അണിയിച്ചു. ആ സമയത്ത് അതിലേക്കൂടി എങ്ങാണ്ട് നന്ദകുമാർ പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വിശ്വസനീയമായ കാര്യമല്ല. ദല്ലാൽ നന്ദകുമാറുമായി നല്ല ബന്ധം ജയരാജനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ദല്ലാൽ നന്ദകുമാറാണ് ജയരാജനെ ട്രാപ്പ് ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കേസിൽ. കാരണം വെച്ചാൽ ദല്ലാൽ നന്ദകുമാറാണല്ലോ ജയരാജനെ വിളിച്ചിട്ട് പ്രകാശ് ജാവ്ദേക്കർക്കൊന്ന് കാണണമെന്ന് പറയുന്നത്. ദല്ലാളുമായുള്ള ബന്ധം കൊണ്ടായിരിക്കുമല്ലോ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഏതായാലും അത്തരം കൂട്ടുകെട്ടുകളെ കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചിരിക്കുന്നത് അതൊരു വലിയ ജാഗ്രത കുറവായി പോയി എന്ന് പരസ്യമായി പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ആ പരസ്യമായ ആ പ്രതികരണത്തിൽ അത് അവസാനിപ്പിക്കാൻ കഴിയുന്നു. കാരണം വെച്ചാൽ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഇ പി ജയരാജൻ CPM-ന്
ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഈ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇ.പി. ജയരാജനെ പോലെ LDF കൺവീനർ എന്ന നിലയ്ക്ക് ഒരു പദവിയിലിരിക്കുന്നയാൾ, CPM-ന്റെ ഉയർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ ഈ പറയുന്ന BJP-യുമായി ചില രഹസ്യധാരണകൾക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം മാത്രമല്ല. CPM-നെ സംബന്ധിച്ച് CPM-ന് അത് CPM-ന്റെ പിന്നെ അനുയായികളോടും അണികളോടും ഈ കേരളത്തോടും വിശദീകരിക്കേണ്ടി വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശക്തമായ ഒരു 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 പ്രതികരണത്തിലേക്ക്, നടപടിയിലേക്കൊക്കെ പോകേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, LDF കൺവീനർ കൂടിയാണ്. ഇത് CPM-ന്റെ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഒരു മുന്നണിയുടെ കൺവീനർ കൂടിയാണ്. ആ മുന്നണിയുടെ വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട്. ആ മുന്നണിയിലെ എല്ലാ മനുഷ്യർക്കും, എല്ലാ പാർട്ടികൾക്കും അവർക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരാള് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് അതിന് താഴെ ഇരുന്ന് വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ കോൺഗ്രസ്സുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ? ഈ KPCC അധ്യക്ഷനായിട്ടുള്ള സുധാകരൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? എപ്പോഴും സുധാകരനെ ന്യായീകരിക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് KPCC പ്രസിഡന്റ് ആയിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന നേതാക്കൾക്കൊക്കെ വരേണ്ടി വരുന്നു എന്നതുപോലെ LDF കൺവീനറായിരിക്കുന്ന ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഇനി എന്തെല്ലാം പറയാനിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞു തന്നെ വളരെ കൂടുതലാണ്. അത് വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാവിയിലും പുതിയ പുതിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഞാൻ വിചാരിക്കുന്നില്ല CPM ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന്, LDF-ലെ ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന്. ആ അർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു നടപടിയിലേക്ക് പോകേണ്ടി വരും. ആ നടപടി അനിവാര്യമാണ്, അത് അടിയന്തരവുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രതിരോധവും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളിലൂടെ സൃഷ്ടിക്കാനോ വ്യക്തത വരുത്താനോ എന്താ പറയുക, ആളുകൾക്ക് കൺവിൻസിംഗ് ആയി കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ഇ.പി. ജയരാജന് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇ.പി. ജയരാജൻ ഈ സമയത്തൊരു വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു. CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം ആ പ്രതിസന്ധി അവർക്ക് മറികടന്നേ പറ്റൂ. അതിന് അനിവാര്യമായ നടപടികളിലേക്ക് അവർ കടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ CPM-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയമായൊരു സുതാര്യതയ്ക്ക് അനിവാര്യമാണ്. ഇ.പി. ജയരാജൻ വ്യക്തത വരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പ്രതിരോധിക്കാൻ പ്രാപ്തമായിട്ടുള്ള വ്യക്തതയല്ല എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ, എന്താണ് ഈ സംഭവത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാലപരിധി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യാൻ ഇപ്പോഴും പ്രകാശ് ജാവദേക്കർ വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഈ സംഭവം നടക്കുന്നത് 2023 മാർച്ച് മാസം 5-ാം തീയതിയാണ് എന്ന് ഇ.പി. ജയരാജൻ പറയുന്നു. അന്നാണ് തൻ്റെ കൊച്ചുമകൻ്റെ പിറന്നാൾ. ആ ദിവസം ആക്കുളത്തെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായി എത്തുന്ന പ്രകാശ് ജാവദേക്കറും നന്ദകുമാറും 4 മിനിറ്റ് നേരം തൻ്റെ ഫ്ലാറ്റിൽ ചെലവഴിച്ചുവെന്നും ആ 4 മിനിറ്റ് സമയം കൊണ്ട് ചായ കുടിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് പോയി എന്നതിനും അപ്പുറം രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ മുതിർന്ന പ്രകാശ് ജാവദേക്കറെ താൻ വിലക്കി എന്നുള്ളതാണ് ഇ.പി. ജയരാജൻ പറയുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമാണ്. 2023 മാർച്ച് മാസം 5-ാം തീയതി നടന്നൊരു സംഭവം 2024 ഏപ്രിൽ മാസം 26-ാം തീയതി മാത്രം പത്രങ്ങളുടെ തലക്കെട്ടായി വാർത്തയായി വരത്തക്ക രീതിയിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടായിരുന്നോ? ഇ.പി. ജയരാജൻ പറയുന്നത് പോലെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം 2023 മാർച്ച് മാസം 5-ാം തീയതി നടന്ന വിഷയം ഒരു വർഷം കഴിഞ്ഞ് കെ സുധാകരൻ അത് പറയണമെങ്കിൽ, ശോഭാ സുരേന്ദ്രൻ അത് പറയണമെങ്കിൽ, നന്ദകുമാർ അത് പറയണമെങ്കിൽ കൃത്യമായും അതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ അവസരം നോക്കിയിരുന്നു. കൃത്യമായ കോണ്ടെക്സ്റ്റ് ഒരുങ്ങി വരുന്ന ഘട്ടത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ഇ.പി. ജയരാജൻ്റെ പ്രതിരോധം ശക്തമാണ്. ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയതും ശരിയാണ്. രണ്ടാമത്തത്, രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞതിനെ എതിർക്കുന്ന ഒരു വാദവും പ്രകാശ് ജാവദേക്കർ ഉന്നയിച്ചിട്ടില്ല. പ്രകാശ് ജാവദേക്കറിൻ്റെതായി വന്നിരിക്കുന്ന ഏക പ്രതികരണം എന്ന് പറയുന്നത് മറ്റൊരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന സൗണ്ട് ബൈറ്റിൽ പറയുന്നത്, ഇതിലെന്താണ് അസാധാരണമായുള്ളത്? ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കാണുന്നതിൽ ഇത്ര വലിയ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് മാത്രമാണ് പ്രകാശ് ജാവദേക്കർ ചോദിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ താൻ ക്ഷണിക്കപ്പെടാതെ അവിടെ എത്തിയിരുന്നയാളാണ് എന്ന ഇ.പി. ജയരാജൻ്റെ പരാമർശം അവാസ്തവമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രകാശ് ജാവദേക്കർ തിരിച്ചു പറയുമായിരുന്നു. പ്രകാശ് ജാവദേക്കർ ഏതെങ്കിലും ഒരു ഡീലുണ്ടെങ്കിൽ അതവിടെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമായിരുന്നു. അത് രണ്ടും ചെയ്തിട്ടില്ല. അപ്പോൾ പ്രകാശ് ജാവദേക്കർ തന്നെ ഇ.പി. ജയരാജൻ പറഞ്ഞതിനെ സാധൂകരിക്കുകയോ ആ മൗനം കൊണ്ട് അതിന് സാധൂകരണം നൽകുകയോ ചെയ്യുന്നു. നമ്പർ 2. നമ്പർ 3, ഇനി ഏതെങ്കിലും തരത്തിലൊരു ആക്ഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടോ? ഈ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായി, ഈ ചർച്ചയുടെ ഭാഗമായി എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. നടന്നിട്ടില്ല എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട ഘടകം. നോക്കൂ, ഇപ്പോഴും ഇ.പി. ജയരാജൻ BJP-യിലല്ല, CPM-ലാണ്. അദ്ദേഹം LDF കൺവീനറായി തുടരുന്നു. അദ്ദേഹം നരേന്ദ്രമോദിയെയും BJP-യും വിമർശിച്ചുകൊണ്ട് തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ശരിയാണ്, പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരമായി അദ്ദേഹം നേരിട്ട ചില അവഗണനകളും അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പിണക്കങ്ങളുമാണ് എന്നതിനും അപ്പുറത്തേക്ക് അദ്ദേഹം BJP ക്യാമ്പിലേക്ക് പോയിട്ടില്ല. എടുത്തു പറയാൻ കഴിയുന്നത് BJP സ്ഥാനാർത്ഥികൾ വളരെ ശക്തരാണ് എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു നിരീക്ഷണത്തിനും അപ്പുറത്തേക്ക് BJP
പിയെ നേരിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും നടത്തിയിട്ടില്ലെന്ന് മാത്രവുമല്ല, കരുവന്നൂർ വിഷയത്തിലടക്കം സതീഷ് കുമാറുമായി ഇ പി ജയരാജനുള്ള ബന്ധത്തെ മുൻനിർത്തി ഇ പി ജയരാജനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ഈ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മാധ്യമങ്ങളും ബി ജെ പിയുടെ പ്രവർത്തകരുമാണ് എന്നതും നമ്മൾ മറന്നുകൂടാ. അപ്പോൾ ഈ 3 കാര്യങ്ങളിലും വ്യക്തത വരുത്തി. എപ്പോഴാണ് സംഭവം നടന്നത്, അതെന്തുകൊണ്ട് വൈകി, ഒരു വർഷത്തിനു ശേഷം വലിയ ചർച്ചാ വിഷയമായി മാറി, അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, ദാറ്റ് ഈസ് നമ്പർ 1. അതിൽ ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഗൂഢാലോചനയാണ്. നമ്പർ 2, എന്താണ് രാഷ്ട്രീയം സംസാരിച്ചോ, രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല എന്നുള്ളത് കൗണ്ടർ ചെയ്യുന്ന ഒന്നും പ്രകാശ് ജാവദേക്കറിന്റെ ഭാഗത്തു നിന്നില്ല. സൈലൻസ് ഓഫ് പ്രകാശ് ജാവദേക്കർ. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും ഇമ്പാക്റ്റ് ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ടായോ? ഒരു ഇമ്പാക്റ്റും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോഴത്തെയും ഇ പി ജയരാജന്റെ പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്ന് വ്യക്തമാണ്. ഒരു തരത്തിലും ബി ജെ പിയെ നേരിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനും അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല. ഇനിയാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യങ്ങളുള്ളത്. പക്ഷേ അപ്പോഴും പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ വ്യക്തത വരുത്തുമ്പോഴും ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തെ തനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് എന്ന രീതിയിൽ മാത്രമാണ് ഇ പി ജയരാജൻ വ്യാഖ്യാനിക്കുന്നത്. ഇതെത്രത്തോളം ശരിയാണ്, കൺവിൻസിംഗ് ആണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് വെണ്ണല ക്ഷേത്രത്തിൽ ഈ പറയുന്ന ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ഷാളണിയിക്കാൻ പോയതും ആ പോയ സന്ദർഭം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നയിച്ച യാത്രയിൽ നിന്ന് പങ്കെടുക്കാതെ കൊച്ചിയിൽ തന്നെ വന്ന് വെണ്ണല ക്ഷേത്രത്തിൽ പോയി ഷാളണിയിച്ചതാണ്. അപ്പോൾ ഈ സംഭവം മുതൽ ഇങ്ങോട്ട് ഈ നന്ദകുമാറിനെ അറിയില്ല എന്ന് പറയുന്നത് ആഹാരം കഴിക്കുന്ന ഒരാൾക്കും അറിയില്ല. അതാണ് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചത്. ഈ നന്ദകുമാർ ആരാണ് എന്ന് എന്നെപ്പോലെ നിങ്ങൾക്കറിയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, ലാവ്ലിൻ കേസിന്റെ വിഷയത്തിൽ പിണറായി വിജയനെ എതിർസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അന്ന് വി എസ് പക്ഷം പോരാടുമ്പോൾ ആ ഭാഗത്ത് നിലയുറപ്പിച്ച ആളാണ്. അന്ന് പിണറായി വിജയനോടൊപ്പം നിലയുറപ്പിച്ച ആളാണ് ഇ പി ജയരാജൻ. അപ്പോൾ ലാവ്ലിൻ കേസിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അറിയുകയും ഈ വിഷയത്തിൽ ദല്ലാൽ നന്ദകുമാറിന്റെ പങ്കറിയുകയും ചെയ്തു ഇ പി ജയരാജന് നന്ദകുമാറിനെ അറിയാതെ പോയി അമ്മയെ ഈ പറയുന്ന ഷാളിടുന്നതിൽ തനിക്ക് വ്യക്തത ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊന്നും വിശ്വസനീയമായ ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും അത് തുടരുന്നു. അതിനുശേഷം ഇപ്പോഴും പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് ഇടനിലക്കാരനായി പ്രവർത്തിക്കത്തക്ക രീതിയിലൊരു ബന്ധമുണ്ടാവുന്നു എന്നുള്ളതും വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഇന്ന് അദ്ദേഹം ഒരു കുമ്പസാരം പോലെ മാതൃഭൂമി പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അയാൾ ഒരു വലിയ ഗജ ഫ്രോഡാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്നതാണ്. ഒരു ഗുണ്ടാ കേന്ദ്രത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഈ ആൾ ശ്രമിച്ചു എന്നതാണ്. ഈ ഗുണ്ട എന്ന് വിശേഷിപ്പിച്ചത് ഈ ദല്ലാൽ നന്ദകുമാറിനെയാണ്. ഫ്രോഡാണെന്നും ഗുണ്ടയാണെന്നും ഇ പി ജയരാജൻ തിരിച്ചറിയുന്നു എന്നുള്ളത് നമുക്ക് വാക്കിൽ വിശ്വസിക്കാമെങ്കിലും ആ ഘട്ടത്തിൽ ഒന്നുലഞ്ഞുപോയ ഇ പി ജയരാജനെ അടർത്തിയെടുക്കാൻ പറ്റുമോ എന്നൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ വരുത്തിയ ഒരു വലിയ ഒരു പ്രതിസന്ധി. അത് ഈ നല്ല മൂത്ത് പഴുത്ത മാങ്ങയിൽ എറിയാൻ പാകത്തിൽ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് പോലെ ഒരു പ്രതീതി ഉണ്ടാക്കി. അവിടെ ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ഒരാളുടെ കല്ലുപയോഗിച്ച് ജാവദേക്കർ എറിയാൻ ശ്രമിച്ചു. പക്ഷേ മാങ്ങ അടർന്നു വീണില്ല, അവിടെ മറ്റൊന്നും സംഭവിച്ചില്ല. പക്ഷേ അപ്പോഴും പാകത്തിനിങ്ങനെ മൂത്തുപഴുത്തു നിൽക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. താൻ പാർട്ടിയിൽ തന്നെ അസ്വീകാര്യനായി തുടരുകയാണെന്നും തനിക്ക് പാർട്ടിയുടെ അപ്രീതി ഉണ്ടെന്നുള്ള കാര്യം ഒരു പക്ഷേ പറയാതെ പറഞ്ഞതായിരിക്കാം പ്രകാശ് ജാവദേക്കറിനെ പ്രലോഭിപ്പിച്ചിട്ടുണ്ടാവുക. ആ പ്രലോഭനത്തിൽ ഇ പി ജയരാജൻ വീണില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ വ്യക്തത വരുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം, ഈ വിവരം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത്, 2003 മാർച്ച് മാസം 5-ാം തീയതി നടന്ന ഈ വിഷയം പാർട്ടിയുടെ ഒരു ഘടകത്തിലെയും അറിയിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയ കാര്യം സംസാരിക്കാൻ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ തൻ്റെ വീട്ടിൽ വന്നു എന്ന കാര്യം അതൊരു രാഷ്ട്രീയ വിഷയമാണ്. അത് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ കാണുന്നത് പോലെയല്ല. ഇന്ന് യഥാർത്ഥത്തിൽ ഇ പി ജയരാജൻ സമീകരിക്കാൻ ശ്രമിച്ചത് നിങ്ങളെ ഞാനിപ്പോൾ കാണുന്ന ഈ വിവരം പാർട്ടി ഘടകത്തിൽ അറിയിക്കേണ്ടതുണ്ടോ എന്നാണ്. അങ്ങനെയല്ല സാർ. പാർട്ടിയിൽ നിന്ന് തന്നെ അടർത്തിയെടുത്തു മാറ്റാനുള്ള നിയോഗവുമായി എത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സന്ദർശനം അതൊരു പൊളിറ്റിക്കൽ വിഷയമാണ്. അത് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൊടുക്കുന്ന വലിയ ആയുധമായിരുന്നു. ഇതാ ഇ പി ജയരാജനെ അടർത്തിയെടുക്കാൻ പ്രകാശ് ജാവദേക്കർ വരുന്നു, ഇ പി ജയരാജനുമായി പൊളിറ്റിക്കൽ ഡീല് സംസാരിക്കാൻ പ്രകാശ് ജാവദേക്കർ വരുന്നു എന്നുള്ളത് വലിയൊരു പ്രചരണ വിഷയമാക്കി സി പി എമ്മിന് ആയുധമാക്കി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നത് ഇപ്പോൾ പ്രതിപക്ഷത്തിന് ആയുധമാക്കി ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇ പി ജയരാജൻ്റെ ജാഗ്രതക്കുറവ് സംഭവിച്ചു എന്നത് വസ്തുതയാണ്. അതിന്മേൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല.
സാധ്യമല്ല. കാരണം പരസ്യശാസനയ്ക്ക് സമാനമായ രീതിയിലുള്ള ഈ ഒരു പിണറായി വിജയന്റെ ഒരു വിമർശനം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും വിശദീകരണം ആവശ്യപ്പെട്ടേക്കും. അതിന് ഈ പറഞ്ഞ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇ പി ജയരാജൻ വിശദീകരിക്കുക. അത് സ്വയം പ്രതിരോധത്തിലേക്ക് എത്തിയോ എന്ന ചോദ്യത്തിന് പ്രതിരോധിക്കാൻ പൂർണ്ണമായിട്ടും കഴിഞ്ഞില്ല. പക്ഷേ കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വി ദികേഷ് കുമാർ, പ്രതിരോധിക്കാനായോ? എളുപ്പത്തിൽ വിശദീകരിച്ച് പ്രതിരോധിക്കാവുന്ന ഒരു കുഴിയിലേക്കല്ല ഇ പി ജയരാജൻ ചാടിയിരിക്കുന്നത്. അത് ഇ പി ജയരാജനും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, 3 കാര്യങ്ങൾ. ഒന്ന്, ഇ പി ജയരാജനെതിരായി ഈ വിഷയത്തിൽ പാർട്ടി കേഡർമാർക്ക് വലിയ രോഷമുണ്ട്. 2, കേന്ദ്ര നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. സംസ്ഥാന സമിതിയിലും ആ വിഷയം ചർച്ചയ്ക്ക് വന്നേക്കാം. സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് പോകും. സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റി അത് പരിഗണിച്ചേ തീരൂ എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിഷയമാക്കി മാറ്റിയിരിക്കുന്നു ബിനോയ് വിശ്വം അടക്കമുള്ളവർ. ബിനോയ് വിശ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? CPM തിരുത്തുമെന്നാണ് പ്രതീക്ഷ. ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇപിക്ക് ജാഗ്രത കുറവുണ്ടായി. ഓർക്കണം, പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? ദല്ലാൽ നന്ദകുമാറുമായി ഈ വിഷയത്തിൽ ഒരു ഇടപാട് നടത്തിയതിൽ ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്നാണെങ്കിൽ, ബിനോയ് വിശ്വം പറയുന്നത് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നുള്ള. ദല്ലാളുമാരുമായി ഇടത് നേതാക്കൾ അടുപ്പം പുലർത്തരുത്. കൺവീനർ സ്ഥാനം ഇ പി ജയരാജന് ഒഴിയണ്ടേ എന്ന ചോദ്യത്തിന് CPM അക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ 3 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാവുകയാണ് ഇ പി ജയരാജൻ്റെ കാര്യത്തിനകത്ത്. നമ്മൾ വിചാരിക്കും സാധാരണഗതിയിൽ സംസ്ഥാന നേതൃത്വത്തിന്, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ പിണറായി വിജയൻ ഫാക്ഷനാണല്ലോ CPM അപ്രമാദിത്വം ഉള്ളത്. ഇപ്പോൾ അത് സംസ്ഥാന നേതൃത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന നേതൃത്വം എപ്പോഴും ഇ പി ജയരാജന് ഒരു ലോങ് റോപ്പ് കൊടുക്കാറുണ്ട്. ആ ലോങ് റോപ്പ് എന്ന് പറയുന്നത് ഇ പി ജയരാജൻ്റെ ത്യാഗസന്നദ്ധമായ ജീവിതം കൊണ്ടാണ്. ആ നിലയിൽ ഒരു ലോങ് റോപ്പ് കൊടുത്ത് ഈ വിഷയം കുറച്ചു കാലം വേണമെങ്കിൽ മരവിപ്പിച്ച് നിർത്താമെന്ന് കരുതിയാൽ തന്നെ അതിന് ഈ പറയുന്ന പാർട്ടി കേഡർമാർ അനുവദിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ഒരു അസ്വസ്ഥതയായി പോകുമോ? കേന്ദ്ര നേതൃത്വം ആ നിലയിൽ, സംസ്ഥാന നേതൃത്വം ഇതിൽ ഒരു മരവിപ്പാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെ അനുവദിക്കുമോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രധാനപ്പെട്ടതാവും. നാളെ എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഇ പി ജയരാജൻ്റെ വിഷയം ചർച്ച ചെയ്യും എന്ന് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മാതൃഭൂമി ഇ പി ജയരാജൻ്റെ അഭിമുഖം എടുത്തിട്ടുണ്ട്, മാതൃഭൂമി പത്രം. അതിൽ അദ്ദേഹം പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുമെന്നാണല്ലോ ഐസക് പറഞ്ഞത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇ പി ജയരാജൻ്റെ മറുപടി, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഐസക്കിനെതിരെ ആരോപണം ഉന്നയിക്കാനാണ് ദല്ലാളും UDF ചേർന്ന് സ്വപ്നയെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ പ്രശ്നമാകുമെന്നറിഞ്ഞതോടെ അവർ ആളെ മാറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിനകത്തൊരു എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ വിവാദത്തിൽ വേറൊരു ആംഗിൾ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ കൂടി ഇ പി ജയരാജൻ ഇനി പറയാനുണ്ടാകും എന്നാണോ നമ്മൾ കരുതേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. ഏതായാലും ഇന്ന് ഇ പി ജയരാജൻ അക്കാര്യത്തിൽ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ പത്രം വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സംശയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് സൗണ്ട് ബൈറ്റ് കൊടുത്തു. അതിനകത്ത് ഇ പി ജയരാജൻ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. എന്തുകൊണ്ട് പോളിംഗ് ദിനം രാവിലെ പറഞ്ഞു എന്ന ചോദ്യം സ്വയം ചോദിക്കുന്നുണ്ട് ഇ പി ജയരാജൻ. അത് മാധ്യമങ്ങൾ ചോദിക്കുന്നതല്ല, സ്വയം ചോദിച്ച് എന്തുകൊണ്ട് പോളിംഗ് ദിനം രാവിലെ പറഞ്ഞു എന്ന ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് ഇ പി ജയരാജൻ പറയുന്നത്, ഇതുവരെ ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടില്ലല്ലോ എന്ന് ഏഷ്യാനെറ്റിൻ്റെ ആങ്കർ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഏഷ്യാനെറ്റിൻ്റെ ആങ്കർ ചോദിക്കുന്നു, ഇ പി ജയരാജൻ അത് നിഷേധിക്കാത്തതുകൊണ്ട് തന്നെ ഇ പി ജയരാജൻ അത് സമ്മതിച്ചു എന്ന് പറയുകയല്ലേ. അപ്പോൾ ഞാനത് നിഷേധിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാനത് അംഗീകരിക്കുന്നു എന്ന തോന്നലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ പോളിംഗ് തുടങ്ങുമ്പോൾ തന്നെ പോയി. ആലോചിക്കണം, ഞാൻ ആ സമയത്ത് ഇവിടെയുണ്ട്. അതിരാവിലെ തന്നെ ഇ പി ജയരാജൻ ക്യൂവിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതിരാവിലെ പോളിംഗ് ആദ്യത്തെ വോട്ടർമാരിൽ ഒരാളാണ് ഇ പി ജയരാജൻ. ഉടനെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പോളിങ്ങിൻ്റെ ഒരു നമ്മൾ സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ദിനത്തിലാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള സന്ദേശം കൊടുത്തിട്ടുള്ളത്. പഴയ എറണാകുളം ബൈ ഇലക്ഷൻ എടുക്കുക, അന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അന്ന് ഇന്ത്യ വിഷനേ ഉള്ളൂ ന്യൂസ് ചാനൽ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ദൈവത്തിൻ്റെ കൈ
എന്ന പരാമർശം നടത്തിയതാണ് വലിയ മുന്നേറ്റമായി മാറിയതെന്ന് സെബാസ്റ്റ്യൻ പോൾ തന്നെ. ഒന്ന് ദൈവത്തിൻ്റെ കൈ എന്ന് പറയും, ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഞാൻ ദൈവവിശ്വാസിയാണ് എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ കൈ എന്ന് പറയുമ്പോൾ കരുണാകരൻ്റെ പിന്തുണ അവിടെ കൂട്ടിച്ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സന്ദേശം എന്തിന് വി എസ് അച്യുതാനന്ദൻ തന്നെ നെയ്യാറ്റിൻകര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കെ കെ രമയുടെ വീട്ടിൽ പോയി ആശ്ലേഷിച്ചില്ലേ കെ കെ രമയെ? അതുണ്ടാക്കിയിട്ടുള്ള ചലനം എന്താണ്? നെയ്യാറ്റിൻകര LDF ജയിക്കേണ്ട മണ്ഡലമായിരുന്നു. കാരണം സാധാരണഗതിയിൽ ആയാറാം കയറാം രാഷ്ട്രീയമൊന്നും കേരളത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. CPM വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ ഒരാളെ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം തോപ്പിച്ചു എന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞില്ലേ? അതെ, കരുണാകരൻ ടെലിവിഷൻ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ദിനം രാവിലെ കൊടുക്കുന്ന സന്ദേശങ്ങൾ വലിയ നിലയിൽ ബാധിക്കാറുണ്ട് എന്നുള്ളത് EP ജയരാജന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് വേണം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ EP നൽകിയ ആ ന്യായീകരണം തൃപ്തികരമാകുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. എന്നോട് മാത്രമല്ല സമൂഹത്തോടാകെയാണ് മുഖ്യമന്ത്രി ഈ സന്ദേശം നൽകിയിട്ടുള്ളത്. മനുഷ്യരല്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. എന്നെ പറ്റിക്കാൻ കഴിഞ്ഞിട്ടില്ല, വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല, ബുദ്ധിയും ശക്തിയും കഴിവും ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. EP ജയരാജൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ, അതായത് EP ജയരാജൻ ഫ്ലാറ്റിൽ നിന്ന് നോക്കുമ്പോൾ ജാവ്ഡേക്കറെ പോലെ ഒരാൾ കയറി വരുന്നു, ജാവ്ഡേക്കറാണെന്ന് മനസ്സിലാവുന്നു, വന്നപ്പോൾ രാഷ്ട്രീയം പറയാൻ ശ്രമിക്കുന്നു, രാഷ്ട്രീയം പറയരുത് എന്ന് പറയുന്നു, എനിക്ക് പുറത്തേക്ക് പോകണം, വേറൊരു പാർട്ടി പരിപാടി ഉണ്ടെന്ന് പറയുന്നു, അപ്പോൾ പിന്നെ നിങ്ങൾ ചായ കുടിച്ചിറങ്ങാൻ പറയുന്നു, വേണ്ട ഞങ്ങളും കൂടെ ഇറങ്ങാണെന്ന്. ഇത്രയേ ഉള്ളുവെങ്കിൽ ഈ രീതിയിൽ അത് കുളമാക്കേണ്ട കാര്യമില്ല. വളരെ ന്യായമായ രീതിയിൽ ഈ വിഷയം തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സമയമുള്ളപ്പോഴോ ഈ കാര്യം ഒരു തമാശ പോലെ പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. ഇതെന്തോ വലിയ നിലയിലുള്ള രാഷ്ട്രീയ വിഷയം കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്ത് അത് വിശദീകരിക്കാനാണ് ഇന്നും EP ജയരാജൻ ശ്രമിച്ചത്. അവിടെയും EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം വീഴ്ച. പിന്നെ ഗുണ്ടാ കേന്ദ്രത്തിലെത്തിച്ചു എന്നൊക്കെ പറയുന്നത് നേരത്തെ ഉള്ളതിൻ്റെ വൈരുദ്ധ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നു മാധ്യമങ്ങളോട്. പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. നാളെ ആ കാര്യം അവർ ചർച്ച ചെയ്യുമെന്ന് ഐസക്കിൻ്റെ വാക്കുകളിലൂടെ നമുക്കറിയാം. ഏതായാലും പാർട്ടി പുറത്താക്കുമെന്ന് ആശ്വസിച്ചോ, അതിന് ആയുസ് കുറവാണ് എന്ന് EP ജയരാജൻ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും EP ജയരാജനെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി CPM എടുക്കില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം EP ജയരാജൻ അനിവാര്യമാണ്. EP ജയരാജൻ്റെ രക്തം പാർട്ടിക്ക് വേണ്ടി ചിന്തിയതാണ്. അതുകൊണ്ട് തന്നെ EP ജയരാജനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ EP ജയരാജൻ പിന്നെയും വനവാസത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള ഒരു നടപടിയും CPMൽ നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശ്വാസം ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ അത് ശരിയാണ്. EP ജയരാജൻ പറയുന്നത് പോലെ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് ആ വെള്ളം. പിന്നെ ഇതിനകത്ത് എനിക്ക് കൺക്ലൂഷനായി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു 75 എന്ന് പറയുന്ന സിൻഡ്രോത്തിലേക്ക് ഞാൻ ഇതിനെ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 75 വയസ്സിലേക്ക് അടുക്കുന്ന, നേരത്തെ ആജീവനാന്ത കാലമാണ് രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പദവികൾ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭ, ലോക്സഭ, രാജ്യസഭ അംഗത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 75 ചുരുക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ 75ലേക്ക് അടുക്കുന്ന നേതാക്കളെല്ലാം തന്നെയും അവർക്ക് കിട്ടുമെന്ന് അവർ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കിട്ടണം എന്ന് അവർ എന്ന് വെച്ചാൽ ആഗ്രഹം എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്, ഒരു പാർലമെൻ്ററി വ്യാമോഹം എന്നല്ല പറയുന്നത്, ഞാൻ അതിന് അർഹനാണ് എന്ന തോന്നലുണ്ടാവുമല്ലോ. ഇപ്പോൾ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറി പദവിയിൽ ഞാൻ അർഹനാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി ആകുന്നതിന് വളരെ മുമ്പ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് EP ജയരാജൻ. പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിൽ 1986 ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റത്തിൽ EP ജയരാജനാണ് മുന്നണിയിൽ നിൽക്കുന്നത്. അങ്ങനെ EP ജയരാജന് സംസ്ഥാന സെക്രട്ടറി ആകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അടക്കമുള്ളവർ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം അറിയുന്നത് ജില്ലാ കമ്മിറ്റിയിൽ വെച്ചാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 75 വയസ്സിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ ഞാൻ റിട്ടയർമെൻ്റ് എടുക്കണം എന്ന് പറയുന്നൊരവസ്ഥ G. സുധാകരനെ ബാധിച്ചിട്ടുണ്ട്. G. സുധാകരനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്ത് മെരുക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരനാക്കി നിർത്തിയതുകൊണ്ട് G. സുധാകരൻ്റെ ശബ്ദം നമ്മൾ പുറത്തേക്ക് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. EP ജയരാജനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം 75ലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല, ഇനിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പില്ല, ഇനി പാർട്ടി സെക്രട്ടറി പദവി അതിന് ഒഴിയുന്നില്ല എന്ന് പറയുന്ന വിഷയമാണെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് ഞാൻ കരുതുന്നു. സുജയ പാർവതി, ഇന്നിപ്പോൾ കുറേ സമയമെടുത്താണ് EP ജയരാജൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. പ്രതിരോധ കവചം തീർത്തോ?
പ്രതിരോധ കവചം ഉണ്ടാക്കാനായിട്ട് അതിന്റെ സാമഗ്രികളൊക്കെ എടുത്തു വെച്ചു. പക്ഷേ അത് പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല, അതെടുത്ത് അണിയാനും കഴിയാത്ത ഒരു ഇ.പി. ജയരാജനെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം പ്രതിരോധിക്കാനാണ് വന്നത്. പക്ഷേ കളത്തിലിറങ്ങുമ്പോൾ എപ്പോഴും നല്ല ഒരു അറ്റാക്കർക്ക് നല്ലൊരു ഡിഫൻസ് എടുക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഡിഫൻസിൽ പാളുന്ന ഇ.പി. ജയരാജനെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ വെച്ച് നോക്കിയാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇ.പി. ജയരാജൻ ഒരു വിക്ടിം കാർഡും ഇന്ന് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇ.പി. ജയരാജൻ ഇരയാക്കപ്പെടുകയായിരുന്നു എന്ന ഒരു വിക്ടിം കാർഡാണ് അവിടെ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിച്ചതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ അതിലേക്ക് വരാം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച്. അതിനുശേഷം അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഈ ഫ്ളാറ്റ് എന്ന് പറയുന്നത് അധികം ദൂരത്തൊന്നുമല്ല, പെട്ടെന്ന് വന്ന് കയറാം, പോകുന്ന വഴിക്ക് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ഹൈവേക്ക് അടുത്തുള്ള ഫ്ളാറ്റാണ് എന്ന് വരെ വിശദീകരിക്കുകയാണ് ഇ.പി. ജയരാജൻ. നമ്മളെല്ലാവരും കണ്ടതാണ്, പ്രേക്ഷകരും കണ്ടതാണ് ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയുടെ ടെക്നിക്ക് കൃത്യമായി. അതായത് എന്താണോ ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും ദല്ലാൽ നന്ദകുമാറും ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞു വെച്ച സ്ക്രിപ്റ്റ്, അതിൽ നിന്നും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായ ഒരു ആഖ്യാനം ഇന്ന് ഇ.പി. ജയരാജൻ നടത്തിയിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് ആവർത്തിച്ച് മറ്റ് ചാനലുകൾക്കോ അല്ലെങ്കിൽ പത്രങ്ങൾക്കോ എവിടെയൊക്കെ അദ്ദേഹം പറയുന്നുണ്ടോ ഒരേ കാര്യമാണ് പറയുന്നത്. അതിൽ വള്ളിപുള്ളി വിസർഗം മാറുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിന്റെ വിശദീകരണം ദുർബലമായി പോയി എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. കാരണം പഠിക്കുന്നു, ഇടതുപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കിയ മാധ്യമങ്ങൾ ചെയ്തു, നിങ്ങൾ ഇതൊന്നും കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെയാണോ ഇക്കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വിടുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കാൻ വന്നത്. അതുപോലെ തന്നെ പാർട്ടി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഇ.പി. ജയരാജനെ കാണാൻ പ്രകാശ് ജാവദേക്കർ വരുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതായത് ഒരു പരിപാടിയുണ്ട്, ആ പരിപാടിക്ക് ഞാൻ പോകാൻ നിൽക്കുകയാണ് എന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് എന്നൊരാൾ വിളിച്ചു പറയുമ്പോൾ, അങ്ങനെയാണ് ഇ.പി. ജയരാജൻ പറയുന്നത്, ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് നമുക്കായാലും ഒരു ഗസ്റ്റ് ഉണ്ട്, ഗസ്റ്റ് അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തൊട്ടടുത്ത മിനിറ്റിൽ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇപ്പോൾ വരേണ്ട, പിന്നീടാകാം, ഇപ്പോൾ ഞാനൊരു പരിപാടിക്ക് പോകാൻ പോവുകയാണ്. അവിടെ നോക്കൂ, ഇ.പി. ജയരാജൻ തന്നെ പറയുന്നുണ്ട് 2 പരിപാടികൾ. ഒന്ന് പേരക്കുട്ടിയുടെ പിറന്നാൾ ആഘോഷം, അതോടൊപ്പം തന്നെ പാർട്ടി മീറ്റിംഗ്. ഇത് രണ്ടും പറയുന്നത് ഇ.പി. ജയരാജനാണ്. അപ്പോൾ നല്ല തിരക്കുള്ള ആ സമയത്ത് ഇൻ ബിറ്റ്വീൻ ആ 2 ചടങ്ങുകൾക്കുമിടയിൽ ഒരു 10 മിനിറ്റ് പ്രകാശ് ജാവദേക്കർക്ക് വേണ്ടി സ്പെയർ ചെയ്യാൻ ഇ.പി. ജയരാജൻ ഉണ്ടെങ്കിൽ ഇ.പി. ജയരാജന് പ്രകാശ് ജാവദേക്കറെ അറിയില്ലേ? ഇ.പി. ജയരാജൻ സമ്മതിക്കാതെ ആ കൂടിക്കാഴ്ച നടക്കുമോ? എൻ്റെ സംശയം അവിടെയാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലായാലും നമുക്കും പല കാര്യങ്ങളിൽ എൻഗേജ്മെന്റ്സ് ഉണ്ടാകാറുള്ളതാണ്. ആ എൻഗേജ്മെന്റിനിടയിൽ നമ്മൾ മറ്റൊരു സൂപ്പർ എൻഗേജ്മെന്റിന് തയ്യാറാകണമെങ്കിൽ ആ വ്യക്തി നമുക്ക് അത്രയും പ്രാധാന്യമുള്ള ആളായിരിക്കണം. ഇത് സാധൂകരിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ദല്ലാൽ നന്ദകുമാറിനെ ഇകഴ്ത്തി പറയുന്നുണ്ട്, ദല്ലാൽ നന്ദകുമാർ ഗജ ഫ്രോഡാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രകാശ് ജാവദേക്കറെ വിശേഷിപ്പിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ നിങ്ങളെല്ലാവരും, മുൻ കേന്ദ്രമന്ത്രി, ബി.ജെ.പിയുടെ ദേശീയ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തലോടുകയാണ് ഇ.പി. ജയരാജൻ ഇന്ന് പറഞ്ഞ വാചകങ്ങളിൽ ഉടനീളം. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്താണ്? ദല്ലാളിനെ തള്ളിപ്പറയുന്നു. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അല്ലെങ്കിൽ അദ്ദേഹം ഫ്ളാറ്റിലേക്ക് വന്നതിൽ ഒരു പ്രശ്നവും കാണുന്നില്ല. മുഖ്യമന്ത്രിയും ഇതേ കാര്യം തന്നെയാണ് ചെയ്തത്, ഞാനും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒരു കുറ്റവും പറയുന്നില്ല. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ ആകെ വിമർശിച്ചത് നേരത്തെ സർ സൂചിപ്പിച്ചതുപോലെ ബിനോയ് വിശ്വം മാത്രമാണ്. അത് CPIക്ക് 4 പോകും എന്നുള്ള പേടി കൊണ്ട് അത് ഇ.പിയുടെ തലയിലേക്ക് ഇടണം. പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയെ പറ്റി രാവിലെ വന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് വരുത്തണം. അതിനുവേണ്ടി ബിനോയ് വിശ്വം പറഞ്ഞതെന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഇന്ന് ഇ.പി പറഞ്ഞ മറ്റൊരു സെന്റൻസ്, ആരെയെങ്കിലും കണ്ടാൽ മാറുന്നതല്ല തന്റെ രാഷ്ട്രീയം. പിന്നെ എന്തിനാണ് ഇ.പിക്ക് ഇത്ര വേവലാതി? ആരെയെങ്കിലും കണ്ടാൽ മാറുന്നതല്ല ഇ.പിയുടെ രാഷ്ട്രീയമെന്ന് ഇ.പി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്ത് നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ബി.ജെ.പിയിലേക്ക് പോയി ഗവർണർ ആകാനൊന്നും ഇ.പി നിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള 70 വയസ്സായ ഇ.പി ഇനി കിട്ടാനിരിക്കുന്ന ചുമതലകൾ ഓർത്തുകൊണ്ട് അതിലേക്ക് പെട്ടെന്നങ്ങ് പോകും അല്ലെങ്കിൽ ബി.ജെ.പിയിലേക്ക് പോകും എന്ന് കരുതാൻ കഴിയില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും മടുത്തിട്ടുണ്ടാകണം. അങ്ങനെ മടുത്തിട്ടാണ് പലരും പാർട്ടി മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്, ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. ഇനി സത്യത്തിന്റെ അംശം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം 2 ഉദാഹരണം പറയുന്നുണ്ട്. ഒന്ന് ഗൾഫിൽ പോയതിനെ കുറിച്ചാണ്. അദ്ദേഹം മറ്റേ വിമാനം ഒഴിവാക്കി വന്ദേ ഭാരതിൽ യാത്രയാക്കിയതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇൻഡിഗോയിൽ കയറുന്നില്ല എന്ന് തീരുമാനിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗൾഫിൽ പോയിട്ട് വർഷങ്ങളായി എന്ന് പറഞ്ഞ് കെ സുധാകരന്റെ ഗൾഫ് വാദം, ഗൾഫ് യാത്ര അത് അദ്ദേഹം തള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ അവസാനം പോയത് ഡൽഹി ചലോ യാത്രയ്ക്കാണ്, അല്ലാതെ ഞാൻ 2.5 വർഷമായി പോയിട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് അതിന് വിശദീകരിക്കുകയാണ് ഇ.പി ജയരാജൻ. ഇത്രയും ആശങ്കപ്പെടുന്നത് എന്തിനാണ്? ഒറ്റ വാചകത്തിൽ നിർത്താമല്ലോ. പ്രകാശ് ജാവദേക്കർ വന്നത് ഞാനുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല, അത് ഇന്ന ആളുകൾ ഉണ്ടാക്കിയ കുപ്രചരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിസോൺ ചെയ്യാം. പ്രകാശ് ജാവദേക്കറെ തന്നെ ഡിസോൺ ചെയ്യാം. അതിന് ഇത്രയും തിരക്കഥയുടെ ആവശ്യമുണ്ടോ? 15 മിനിറ്റ് എടുത്തു ഇത് വിശദീകരിക്കാൻ. ഇതേ കാര്യമാണ് എല്ലായിടത്തും പറയുന്നത്. ഈ 15 മിനിറ്റിന്റെ ആവശ്യമുണ്ടോ? ഒറ്റ സെന്റൻസിൽ തീർക്കാവുന്നതേ ഉള്ളൂ. അത് അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാദം ദുർബലമായി പോയി എന്നുള്ളത്.
പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പറഞ്ഞതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ, അല്ലെങ്കിൽ ചോദ്യം വന്നില്ല, അതിനു മുൻപ് തന്നെ അത് ചോദ്യമായി ചോദിക്കാനായി അദ്ദേഹം ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പ്രതികരിക്കാതെ ഇരുന്നാൽ, നിഷേധിക്കാതെ ഇരുന്നാൽ അതും പ്രശ്നമാകുമെന്നുള്ളത് കൊണ്ടാണ്. നിഷേധിച്ചില്ലെങ്കിൽ അത് ശരിയാണെന്ന് പറഞ്ഞ് പരത്തും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കെ സുധാകരനാണ് BJP-യുമായി ചർച്ച നടത്തിയത്, അതിന് പകരമാണ് ഞാൻ പോകുന്നു എന്ന് പ്രചരിപ്പിച്ചത്. അപ്പോൾ കെ സുധാകരനെതിരെ അടിക്കണമെങ്കിൽ അതിങ്ങനെ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വന്ന് അടിക്കണമായിരുന്നു. അതിന് പകരം അതിന് തൊട്ട് ദിവസം ഇങ്ങനെ ഒരു സീൻ ഉണ്ടാകുന്നു, അതിൽ കയറി പിടിക്കുകയാണ്. ആ ദിവസം രാവിലെ കയറി പിടിച്ചില്ലെങ്കിലും ഈ പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. EP ജയരാജൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് അന്നത്തെ ദിവസം മുഴുവൻ ചർച്ചയായത് എന്നുള്ളത് മനസ്സിലാകാത്ത ആളൊന്നുമല്ല EP എന്നുള്ളത് കൃത്യമാണ്. പിന്നെ മുഖ്യമന്ത്രിയുടെ പേര് അനാവശ്യമായി വലിച്ചിഴച്ചത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള കാര്യമാണോ ചർച്ച ചെയ്തത്? നേരത്തെ ദല്ലാൾ പറഞ്ഞു വെക്കുന്ന അതാണ്, മുഖ്യമന്ത്രിയുടെ കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് വന്നതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. ഉള്ള സത്യമാണ് പറഞ്ഞത്, കൂടിക്കാഴ്ചയെ പറ്റി ഉള്ള സത്യമാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട പരിപാടികൾ, അതായത് കുടുംബത്തിലെ ഒരു പരിപാടി, പാർട്ടി പരിപാടി, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഈ രണ്ട് പരിപാടികളെക്കാൾ വലിയ ഒരു പരിപാടിയുമില്ല. അപ്പോൾ അത്രയും സൂപ്പർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിക്കുകയും ഫ്ളാറ്റിലേക്ക് വരാൻ സമ്മതിക്കുകയും ചെയ്യത്തക്ക ബന്ധം ഫോണിൻ്റെ അങ്ങേ തലക്കിൽ ഉണ്ടായിരുന്നത് നന്ദകുമാർ ആണെങ്കിൽ നന്ദകുമാറുമായി EP-ക്കുണ്ടോ? EP ഇല്ല എന്ന് പറഞ്ഞ് ഡിസോൺ ചെയ്യുകയാണ്. ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ, അതായത് യാത്രാമധ്യയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ എന്നാണ് EP പറഞ്ഞത്. അപ്പോൾ യാത്രാമധ്യേ മാത്രം കണ്ടിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പ്രധാനപ്പെട്ട രണ്ട് മീറ്റിങ്ങുകൾക്കിടയിൽ ഒരു 10 മിനിറ്റ് ചെലവഴിക്കാൻ EP എന്ന LDF കൺവീനറിന് സമയമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങളുടെ അടുക്കൽ പലരും വരും, കാണും, വർത്തമാനം പറയും. അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വന്നത് BJP-യുടെ കേരളത്തിന് ചുമതലയുള്ള പ്രഭാരിയാണ്. കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയിട്ടാണ് വന്നത് എന്നുള്ളത് EP-യിൽ നിന്ന് തന്നെ ഇപ്പോൾ പ്രൂവ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തെറ്റായുള്ള കാര്യങ്ങൾ പ്രചരിച്ചു എന്ന് പറയുമ്പോൾ അതിന് വഴിമരുന്നിട്ടത് ആരാണ് സർക്കംസ്റ്റൻസ്, അവിടെ ആ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. EP BJP-യിലേക്ക് പോകാനൊന്നും പോകുന്നില്ല എന്നുള്ള വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ, അദ്ദേഹത്തെ ഇകഴ്ത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: തെറ്റായുള്ള കാര്യം പ്രചരിച്ചെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് EP വന്നോളൂ എന്ന് പറഞ്ഞ ആ വാചകം തന്നെയാണ്. പിന്നെ വൈദേകം റിസോർട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് വന്നത്. പിന്നെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞതിനോട് എനിക്ക് നൽകിയ ഉപദേശം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് EP-ക്ക് പാർട്ടിയിൽ നിന്ന് കിട്ടിയോ? അതായത് ശാസനയിലേക്ക് മാത്രമേ പോകൂ എന്നൊരു ഉറപ്പ് EP-ക്ക് കിട്ടിയോ എന്ന ചോദ്യം നിലനിൽക്കുന്ന തരത്തിലുള്ള പ്രതികരണം വരുന്നത് മുഖ്യമന്ത്രി കൂട്ടുകെട്ടുകളെ പറ്റി നൽകിയ പൊതു ഉപദേശമാണ്, നിങ്ങളും ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോടും പറയുകയാണ്, നിങ്ങളും ശ്രദ്ധിച്ചോളൂ എന്ന്. മുഖ്യമന്ത്രി പൊതു ഉപദേശമൊന്നുമല്ല നൽകിയത്. പൊതു ഉപദേശമാണെങ്കിൽ അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി, മറ്റേ കരുതൽ വാർത്താസമ്മേളനമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പൊതു ഉപദേശം അദ്ദേഹം അങ്ങനെയാണ് നൽകാറുള്ളത്. അപ്പോൾ അതിന് കുറേ ഉദാഹരണങ്ങളൊക്കെ പറയും. ഇത് EP-യെക്കുറിച്ച് ചോദിച്ചതിന് നൽകിയ ഉപദേശമാണ്. പിന്നെ എന്നെ പറ്റിക്കാൻ ദല്ലാൽ നന്ദകുമാർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം അദ്ദേഹം അതിനൊന്നും ശ്രമിക്കാത്ത ആളാണെന്നല്ല, പറയുന്നത് EP-യാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ദല്ലാളെന്ന് അറിഞ്ഞുകൊണ്ട് അയാളുടെ ഫോൺ എടുത്ത് അയാൾ കൂട്ടിക്കൊണ്ടുവരുന്ന ആളെ കാണാൻ നിന്നത് എന്തിനാണ് EP? ആ ചോദ്യത്തിന് EP ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് EP-യുടെ വാദം ദുർബലമാണ് എന്നുള്ളത്. ഇവിടെ കൂടിക്കാഴ്ച പാർട്ടിയെ അറിയിച്ചില്ല എന്നുള്ളതിന് നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ വാദത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. എന്നെ കാണുന്ന എല്ലാവരുടെയും കാര്യം പാർട്ടിയെ അറിയിക്കണോ? BJP-യുടെ പ്രഭാരി അത് കണ്ടാൽ അറിയിക്കണം, അല്ലാതെ അത് സീക്രട്ടീവായി വെക്കേണ്ട കാര്യമല്ല. ആ കൂടിക്കാഴ്ച നടന്നു എന്നും 10 മിനിറ്റ് അപ്പോയിൻമെന്റ് എടുത്ത് വന്നതാണ് എന്നും പറയുമ്പോൾ വെറുതെ വന്ന് അങ്ങോട്ട് കയറിയതോ മകന്റെ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷത്തിൽ സംബന്ധിക്കാനോ വന്നതല്ല പ്രകാശ് ജാവദേക്കർ എന്ന് EP ഒരു ഭാഗത്ത് പറയുമ്പോൾ ഈ ഭാഗവും കൂടി അദ്ദേഹം വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട്. അത് പാർട്ടിക്ക് മുന്നിൽ വിശദീകരിച്ചാൽ മതി, നാട്ടുകാരോട് പറയണമെന്നില്ല, പാർട്ടിയുടെ മുന്നിൽ വിശദീകരിച്ചാൽ മതി. പിന്നെ പരിചയപ്പെടാൻ വന്നതാണ് ജാവദേക്കർ. മാന്യമായി ഒരാൾ വന്നാൽ മാന്യമായി പെരുമാറും, അത് വേണം. EP-യെക്കുറിച്ച് എല്ലാവർക്കും കേരളത്തിനുമുള്ള മതിപ്പ് അത് തന്നെയാണ്, മാന്യമായി തന്നെ പെരുമാറണം. ആ മാന്യമായി പെരുമാറുന്നു. പിന്നെ പാർട്ടി വിശദീകരണം ചോദിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ പാർട്ടി വിശദീകരണം ചോദിക്കും എന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണോ അതോ അങ്ങനെ പാർട്ടി ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ളത് പാർട്ടി യോഗം ചേരാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് നമ്മുടെ മുന്നിലുള്ള പൊതുമധ്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജാഗ്രത കുറവാണ്. അപ്പോൾ ആ ജാഗ്രത കുറവ് വിമർശനം വന്നു, അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് EP പറയുന്നുണ്ട്. ഇതിൽ EP-യുടെ ചെറിയ സംഭവത്തെ വ്യാഖ്യാനിച്ച് ഇവിടെ ആരും വലുതാക്കിയിട്ടില്ല. ആ ചെറിയ സംഭവം എന്താണ് നടന്നത് എന്നുള്ളത് പറയേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ആയിരുന്നില്ല. അത് സ്വന്തം പാർട്ടിയുടെ കുഴി തോണ്ടാനായി EP നിന്നുകൊടുത്തോ എന്ന ചോദ്യം ശത്രുക്കൾ ചോദിക്കുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ് വസ്തുത. പിന്നെ ശോഭാ സുരേന്ദ്രൻ പേര് വലിച്ചിഴച്ചത്, ശോഭാ സുരേന്ദ്രന്റെയും ദല്ലാൽ നന്ദകുമാറിന്റെയും കെ സുധാകരന്റെയും മോട്ടീവ് എന്തായിരുന്നു എന്നതിൽ EP ഉന്നയിച്ച സംശയത്തിൽ ന്യായമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് കൃത്യമായി ഈ 3 പേരും ഒരേ സമയത്ത് വന്ന് പറയുന്നതിനകത്ത് EP ഉന്നയിച്ച സംശയം നിലനിൽക്കുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് പാർട്ടിയും പരിശോധിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. പിന്നെ EP-യെ വ്യക്തിഹത്യ നടത്തി EP BJP-യിലേക്ക് പോകാൻ നിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരന്റെ ഞാൻ ഇപ്പോൾ പോകില്ലെന്നേ പറഞ്ഞുള്ളൂ, നാളെ ചിലപ്പോൾ പോയേക്കാം, അങ്ങനെയുള്ള ഡയലോഗൊന്നും ഇതുവരെ
ഇതുവരെ EP അടിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഡയലോഗ് അടിക്കാത്ത EP അസംതൃപ്തനാണെന്ന് കണ്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് പോകാൻ നിൽക്കുന്ന കൂട്ടത്തെ ഒറ്റുന്നവനാക്കി ചിത്രീകരിക്കാൻ പാർട്ടിയിലെ തന്നെ ചില ആളുകൾ ശ്രമിച്ചതാണോ ഇതിന്റെയൊക്കെ പിന്നിൽ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അതായത് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുന്നത് ശത്രുപാളയത്തിൽ മാത്രമാണോ അതോ മിത്രമായി കരുതി കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നാണോ എന്നതും EP ജയരാജൻ പരിശോധിക്കേണ്ടതാണ്. പിന്നെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്തെ മുരളിയെക്കുറിച്ചൊക്കെയുള്ള കഥ നമ്മൾ കുറെ കാലമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദകുമാറിന്റെ അമ്മയാണെന്ന് അറിയാതെ പൊന്നാട ഇട്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നന്ദകുമാർ അതിലെ നടന്നു പോകുന്നു, അമ്മ അവിടെ ഇരിക്കുന്നു, 90 വയസ്സ് കഴിഞ്ഞവരെ സ്ഥിരമായി പൊന്നാട ഇടിക്കുന്നു. ആ കഥ ഡൈജസ്റ്റ് ആവുന്നില്ല. പിന്നെ പാർട്ടിക്കെതിരായ സംഘടിത നീക്കം, അങ്ങനെ ഒരു പാർട്ടിക്കെതിരായ നീക്കമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഇത് EP-ക്കെതിരായ നീക്കമാണ്. അത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വന്നത് എന്നത് കേരളത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ EP ഇട്ടിരിക്കുന്ന ഈ വിക്ടിം കാർഡ് EP എടുത്ത് മാറ്റണം. എന്നിട്ട് എന്താണ് സംഭവിച്ചത്, ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളത് EP തുറന്നു പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ ആയാലും ഇവിടെ പുറത്തേക്ക് വരുന്ന സന്ദേശം എന്താണ്, കോൺഗ്രസിലെ K സുധാകരൻ അടക്കമുള്ളവർ BJP-യിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അതുപോലെ ഇടതുപക്ഷത്തെ LDF കൺവീനർ പോലും ആക്സസിബിൾ ആണ്, ശ്രമിച്ചാൽ കിട്ടും. അങ്ങനെ ഒരു സന്ദേശം തെരഞ്ഞെടുപ്പ് ദിവസം പുറത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആകെ തുകയായി ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്താൽ, അങ്ങനെ ഒരു സന്ദേശം പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ CPM-നും ഇടതുമുന്നണിക്കും ഗുണമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ദല്ലാൾ വിഷയം ഒഴിച്ചു നിർത്തിയാൽ യഥാർത്ഥത്തിൽ ഇത് CPM-ന് ക്രെഡിറ്റ് ആണെന്നാണ് എൻ്റെ വാദം. എന്തുകൊണ്ടെന്നാൽ 2003 കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു പ്രഭാരി ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ട്, ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് ആ ഓപ്പറേഷൻ നടന്നില്ല. ആ ഓപ്പറേഷൻ ദയനീയമായി പരാജയപ്പെടുകയാണ് EP ജയരാജൻ്റെ മുന്നിൽ. അപ്പോൾ EP ജയരാജനെ പോലെ പാർട്ടിയിൽ അസംതൃപ്തനെന്ന് കണ്ട ഒരാളെ സമീപിച്ചിട്ടും അങ്ങനെ ഒരു പടി പോലും ആ ഓപ്പറേഷന് സക്സസ് ആക്കാൻ കഴിയാതെ പോയ, ദയനീയമായി പരാജയപ്പെട്ട BJP-യെ കൂടി ഈ ഓപ്പറേഷൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഘട്ടത്തിൽ ദല്ലാൽ നന്ദകുമാറിൻ്റെ ഒരു സാന്നിധ്യത്തോടു കൂടി EP ഡിഫൻസിലായെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, പാർട്ടിയിലെ ഒരു നേതാവ് പോലും BJP-യുടെ ഈ ചൂണ്ടയിൽ കൊത്തിയിട്ടില്ല. S രാജേന്ദ്രൻ്റെ കാര്യം അവിടെ നിൽക്കുന്നു, അത് ഒഴിച്ചു നിർത്തിയാൽ. പക്ഷേ ഇതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്താണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് നമ്മൾ ആവർത്തിച്ച് പറയാനുള്ള കാര്യം, ഇപ്പോൾ റെഡ് ആർമിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. റെഡ് ആർമി എന്ന് പറയുന്നത് നേരത്തെ PJ ആർമി എന്ന പേരിൽ ഉണ്ടാവുകയും പിന്നീട് പല പേരുകളിൽ മാറ്റപ്പെടുകയും ഗ്രൂപ്പാണ്. എന്താണ് എഴുതിയിരിക്കുന്നത് അറിയാമോ ഫേസ്ബുക്ക് പോസ്റ്റിൽ? കച്ചവട താല്പര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ടിവിടെ എന്ന് പറഞ്ഞിട്ട് P ജയരാജൻ ഈ ആർമി വോളണ്ടിയേഴ്സിനെ നോക്കി നിൽക്കുന്ന ഒരു ചിത്രം വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 3400-ലധികം ആളുകളുടെ ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഈ റെഡ് ആർമി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ. അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക ഘടകമല്ല, പക്ഷേ പാർട്ടിക്കുള്ളിലും പാർട്ടിയുടെ വ്യത്യസ്ത ഘടകങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടായ്മകളിൽ ഇത്തരത്തിലൊരു പ്രതീതി ജനിപ്പിക്കാൻ ഈ സാഹചര്യം ഇടയാക്കിയിട്ടുണ്ട് എന്നത് പറയാതെ കഴിയില്ല. അതാണ് പറഞ്ഞത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. അത് എങ്ങനെയെന്നുള്ളത് വിശദീകരിക്കേണ്ടതിന് EP ജയരാജനാണ്. പക്ഷേ EP ജയരാജൻ ഇന്ന് പറഞ്ഞ കാര്യത്തിൽ പലതിലും വ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് പ്രതിരോധമല്ല എന്നതായിരുന്നു എൻ്റെ ടേക്ക്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് വലിയൊരു കീറാമുട്ടിയാണ്. 2014 ഇന്ത്യയിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP കേവല ഭൂരിപക്ഷം നേടിയപ്പോൾ ഒരു സീറ്റില്ല. 2019 വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ തുടർന്നപ്പോൾ കേരളത്തിൽ ഒരു സീറ്റില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ പോളിംഗ് ശതമാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ നേരത്തെയുള്ള വോട്ട് ശതമാനം തന്നെ നേടാൻ സാധിക്കുമോ BJP-ക്ക് എന്ന സംശയമുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ BJP-യോട് സംസാരിക്കുന്നത് പോലും വലിയ നിലയിലുള്ള പാപമായി കേരള രാഷ്ട്രീയം എഴുതി ചേർക്കുന്നത്. അതുകൊണ്ട് ഇത് BJP-യെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, പത്മജ വേണുഗോപാലോ അല്ലെങ്കിൽ അനിൽ ആൻ്റണിയോ അല്ലെങ്കിൽ BJP-യിലേക്ക് പോയിട്ടുള്ള മറ്റ് നേതാക്കളോ ഒക്കെ തന്നെയും നിരവധി ചർച്ചകൾ എന്ന പ്രോസസ്സിൽ കൂടിയാണ് BJP-യിൽ ചേർന്നിട്ടുള്ളത്. ആ പ്രോസസ്സ് നമ്മൾ അറിയാതെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി ആ പ്രോസസ്സ് പോലും അറിയാതെ നടക്കില്ല എന്നുള്ളത് ഒന്ന്, വാർത്താ പ്രാധാന്യമില്ലാതെ മുന്നോട്ട് പോകില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന നേതാക്കളുണ്ടല്ലോ, അത് കോൺഗ്രസിൻ്റെ ആയിക്കൊള്ളട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ചെവി നുള്ളിക്കൊണ്ട് മാത്രമേ ആ പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റൂ. കാരണം ഇവിടെ ശോഭാ സുരേന്ദ്രന്മാരുണ്ട്, ഇവിടെ BJP നേതാക്കന്മാരുണ്ട്. നാളെ ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ BJP-യിലേക്കല്ല എത്തുന്നത്, നിങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ തുടരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ പിൽക്കാലത്ത് എക്സ്പോസ് ചെയ്യും. BJP നിങ്ങളെ ഒറ്റുകൊടുക്കും.
എന്നുള്ളതാണ് ഈ ഇപ്പം നടക്കുന്ന വിവാദത്തിൻ്റെ അന്തസത്ത. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോളൂ. ആ നാളെ BJP-യിലേക്ക് പോകാൻ പോകുന്നവർ ഒറ്റ ചാട്ടത്തിന് വേണമെങ്കിൽ ചാടിക്കോളൂ, പക്ഷേ ആ പ്രോസസ്സിൽ പങ്കെടുത്ത് നാറാൻ നിൽക്കരുത് എന്നാണ്. നിങ്ങൾ പോകുന്നത് പോകുന്ന വഴിയിൽ കുഴപ്പമില്ലല്ലേ? ചാണകമുണ്ട് എന്നുള്ളത് പറയുകയാണ്. ദല്ലാൽ നന്ദകുമാർ എന്നുള്ളതാണ് വഴി. അപ്പോൾ അങ്ങനെ ചാണകത്തിൽ ചവിട്ടാതെ നിങ്ങൾക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല, ദല്ലാൽ നന്ദകുമാറിനെ പോലെ. ഈ കേരളത്തിലത് സാധ്യമാണെന്ന് BJP ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. 35 സീറ്റ് ഉണ്ടെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ BJP-യുടെ ഉത്തരവാദപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറയാണ് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന്. എങ്ങനെ പറയാനാകുന്നു? എന്ത് ധൈര്യമാണത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു 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 പാർട്ടിക്ക് ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ചാണക വഴി സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്തായാലും ചോദ്യത്തിൻ്റെ ഉത്തരം പ്രതിരോധിക്കാൻ സാധിച്ചോ എന്നുള്ളതായിരുന്നു ചോദ്യം. ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് എന്ന് 0, നോ എന്ന് 4. Meet the editors.